നഴ്സിംഗ് എൻ്റെ പ്രൊഫഷനാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഒരു എമ്പതി ഫീലിങ്ങോടുകൂടി വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മനപ്രയാസം പെടേണ്ടി വരില്ല. മെക്കാനിക്കൽ വർക്കിൽ പോയാൽ സഫറിങ്സേ ഉള്ളൂ. സഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. മാഡം പറഞ്ഞതുപോലെ തന്നെ വാക്കൻസി ഉണ്ടാവുന്നില്ല. പഴയ കാലത്തിൽ അതേ ഫോർമാറ്റിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രൈവറ്റിലേക്ക് പോയാൽ ഇതേപോലെ സാലറി പ്രശ്നങ്ങൾ. അപ്പം ഒരു പുതിയ തലമുറയോട് നഴ്സിംഗ് തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ മാഡത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഞാനിപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നഴ്സിംഗ് എന്ന പ്രൊഫഷൻ എനിക്ക് ജീവാത്മാവാണ്, പരമാത്മാവാണ്. ഒരു കാരണവശാലും ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഈ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ നഴ്സിംഗ് എൻ്റെ പ്രൊഫഷനാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇപ്പം ഞാനൊരു ടോപ്പ് പൊസിഷൻ ആണ് എൻ്റെ മാനസികമായിട്ടും കുടുംബപരമായിട്ടും നിൽക്കുന്നത്. അതിന് നഴ്സിംഗ് പ്രൊഫഷൻ തന്നെയാണ് കാരണം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയില്ല. നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളവരോട് ഞാൻ പറയുന്നത് ഇതാണ്: അതൊരു ഹോളി ജോബാണ്, ഒരു ദൈവികമായ ജോബാണ്. അത് തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങളൊരു ഉയർന്ന പൊസിഷനിലേക്കാണ് എത്തുന്നത്. ഹാൻഡ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയും. ദൈവത്തിന്റെ കൈകളായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ സഹോദരങ്ങൾക്കായാലും നമ്മുടെ പരിസരത്തിലുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. ഏതൊരു ഗ്രൂപ്പിൽ ചെന്നാലും, ഒരു സഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ചെന്നാൽ അവിടെ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ ആ നേഴ്സായിരിക്കും അവിടുത്തെ ലീഡർ. തീർച്ചയായിട്ടും അവർക്കായിരിക്കും പല കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഒരു നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ അവർ ഏറ്റവും ടോപ്പിലുള്ളൊരു പ്രൊഫഷനാണ് തിരഞ്ഞെടുത്തത്. പിന്നെ അവർ ചെയ്യേണ്ട കാര്യം ഇതാണ്: ഒരു എമ്പതി ഫീലിങ്ങോടുകൂടി വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മനപ്രയാസം പെടേണ്ടി വരില്ല. സന്തോഷത്തോടെ, എത്ര കഷ്ടപ്പാടിലായാലും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള രീതിയിലുള്ളൊരു മെക്കാനിക്കൽ വർക്കിൽ പോയാൽ സഫറിങ്സേ ഉള്ളൂ. സഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എമ്പതി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു ബുദ്ധിമുട്ട് ഒരാൾക്ക്, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഉണ്ടായാൽ അവരുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഒരിക്കലും തളരില്ല. അവരുടെ സഫറിങ്സ് മാറ്റുന്നത് വരെയും നമ്മൾ തളരാതെ ക്ഷീണമില്ലാതെ ജോലി ചെയ്യും. അതുപോലെ തന്നെയാണ് നഴ്സിംഗ് പ്രൊഫഷനിലും. ഒരു വാർഡിൽ ചെന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് എമ്പതിയോടുകൂടി ചെയ്താൽ നമുക്ക് ഉറക്കം വരില്ല, ക്ഷീണം വരില്ല, വിഷമം വരില്ല. നന്നായിട്ട് ചെയ്യാം. നമ്മൾ നന്നായിട്ട് രോഗികളെ പരിചരിക്കുമ്പോൾ രോഗികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നല്ലത് തന്നെയായിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ എനർജിയാണ്, വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ളൊരു എനർജി വരികയാണ് ചെയ്യുന്നത്.